LDF വന്നു, KSRTC ശരിയായി. ഈ മാസത്തെ ശമ്പളം 5-ാം തീയതി. അടുത്ത മാസം മുതൽ 1-ാം തീയതി തന്നെ ശമ്പളം കൊടുക്കാൻ ഔദ്യോഗിക തീരുമാനമായതായി മന്ത്രി ഗണേഷ് കുമാർ പ്രഖ്യാപിച്ചു. ഇനി മാപ്രകളും കോൺഗ്രസും സംഘികളും എന്ത് ചെയ്യും മല്ലയ്യ? മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങൾ ജീവനക്കാരൻ്റെ കൂടെ സഹകരിക്കുന്നത് കൊണ്ട് 10-18 മാസമായി അവർ ശമ്പളം പല പീസായിട്ടാണ് വാങ്ങിച്ചത്. അഭിമാനത്തോടെ ഞാൻ പറയട്ടെ, കഴിഞ്ഞ 3-4 മാസമായി നിങ്ങൾ ശമ്പളം ഒരുമിച്ച് വാങ്ങുന്നുണ്ട്. പക്ഷേ 13-ാം തീയതി 15-ാം തീയതി കിട്ടും. ഒരാശങ്കയും വേണ്ട. ഈ മാസം 5-ാം തീയതിക്ക് മുമ്പ് നിങ്ങളുടെ ശമ്പളം കയ്യിൽ തരും. അടുത്ത മാസം 1-ാം തീയതി തരും. 1-ാം തീയതി കൃത്യമായി വണ്ടി പോവുകയും വരികയും ചെയ്താൽ ആളുകൾ അത് ഇഷ്ടപ്പെടും. KSRTC നഷ്ടമേ, KSRTC നഷ്ടമേ എന്നതായിരുന്നു ഇവിടത്തെ പ്രധാനപ്പെട്ട നിലവിളി. തെരഞ്ഞെടുപ്പ് കാലത്ത് ഇനി അത് ഉയർത്തിക്കാട്ടാൻ പറ്റില്ല. ആ മേഖലയും ഇച്ഛാശക്തി കൊണ്ട് ലാഭത്തിലേക്ക് എത്തിക്കുകയാണ്. പുതിയ കാലഘട്ടത്തിനെ അടിസ്ഥാനപ്പെടുത്തി KSRTCയെ നവീകരിച്ച് പുതിയ ബസ്സുകളും പുതിയ ടിക്കറ്റേതര വരുമാനങ്ങളും കണ്ടെത്തി ആ മേഖലയിലൂടെ ലാഭത്തിൽ, ആ മേഖലയും പരിപൂർണ തോതിലല്ലെങ്കിൽ പോലും ലാഭത്തിലേക്ക് എത്തിച്ച് അവർക്ക് കൂടി ശമ്പളം കൃത്യമാക്കുന്നതോടുകൂടി